ഭൂട്ടാനിൽ നിന്നും എത്തിച്ച ഒരു വണ്ടിയും ഭൂട്ടാനിൽ പിറവിയെടുത്തതല്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിൽ കൊണ്ടുവന്ന ശേഷം ഇന്ത്യയിലേക്ക് കടത്തിയവയാണ്. ഗോൾഡൻ കോറിഡോർ എന്നറിയപ്പെടുന്ന ലഹരി മരുന്നിന്റെ പാതയാണിത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭൂട്ടാനിൽ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇന്ത്യയിലേക്കും തെക്കേ ഏഷ്യയിലെ മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ഒരു രീതി. ലഹരി മരുന്ന് എന്നതുപോലെ തന്നെ ഈ വാഹനക്കടത്തും അനധികൃതം തന്നെയാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇന്ത്യയിൽ കൊണ്ടുവരാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. 3 വർഷം വിദേശത്ത് സ്വന്തമായി ഉപയോഗിച്ച വാഹനം കൊണ്ടുവരാം. അത് കൊണ്ടുവരാനാണെങ്കിൽ പോലും 160% നികുതി അടക്കേണ്ടി വരും. അപ്പോ ഇതിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാണ്, 100% അനധികൃതമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നടന്നൊരു കച്ചവടമാണിത്. ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ എങ്ങനെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു എന്ന ചോദ്യത്തിനാണ് ഉത്തരം ഉണ്ടാകേണ്ടത്. മോട്ടോർ വാഹന വകുപ്പ് കൂടി പങ്കാളിയായ രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനുമാണ് നടന്നിരിക്കുന്നത്. ഉടമസ്ഥാവകാശം മാറ്റിയതും മാറ്റാത്തതുമായ 200ഓളം വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഈ വണ്ടികളൊക്കെ വർഷങ്ങളായി തന്നെ ഇവിടെ ഉള്ളതുമാണ്. അപ്പോ ഇത്രയും കാലം എവിടെയായിരുന്നു കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പും എന്നതാണ് ചോദ്യം. സ്പോട്ട്ലൈറ്റ് തുടങ്ങുന്നു. ഭൂട്ടാൻ കുരുക്ക് ആരെ ലക്ഷ്യമിട്ട്? നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് 2 വാഹനം. പൃഥ്വിരാജിന്റെ വീട്ടിൽ പരിശോധന. 200 വാഹനം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും 36 എണ്ണം മാത്രം കസ്റ്റഡിയിൽ. ഇത് വിവരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനം മുകളിൽ നിന്ന് ആരോ ഇടപെട്ട് അവസാനിപ്പിക്കുന്നു. ഇപ്പോഴത്തെ ഈ പരിശോധനയ്ക്കും നടപടിക്കും പിന്നിൽ എന്തെങ്കിലും ഇടപെടലുണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. കേരളം അങ്ങോളം ഇങ്ങോളം ദേശീയപാതകളിലൂടെ ഇത്തരം വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ട്. രാജ്യത്ത് എവിടെ ചെന്നാലും ഇവയിൽ ഒന്നെങ്കിലും വഴിയിൽ ഉണ്ടാവുകയും ചെയ്യും. നിസാൻ പട്രോളും ടൊയോട്ടോ ലാൻഡ് ക്രൂസറും ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവയൊന്നും സാധാരണക്കാരുടെ വണ്ടിയേ അല്ല, സാധാരണ രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്നതുമല്ല. 10 വർഷമായി ഇതേ വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നവർ ഇവിടെയുണ്ട്. ഇക്കാലം ഒന്നും എടുക്കാത്ത നടപടി ഇപ്പോഴെങ്ങനെ വന്നു? സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്ന വാഹനങ്ങളാണോ എന്ന് രജിസ്ട്രേഷൻ സമയത്തെ രേഖ പരിശോധിച്ചാൽ തന്നെ വ്യക്തമാവുകയും ചെയ്യും. ഇക്കാലം മുഴുവൻ ഇവർ റോഡിലൂടെ ഓടിയിട്ട് എന്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കാത്തത്? നടൻ അമിത് ചക്കാലക്കലിന്റെ സ്ഥാപനത്തിൽ നിന്ന് 6 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതിൽ 1 മാത്രമാണ് തന്റെ പേരിലുള്ളതെന്നാണ് അമിത് പറയുന്നത്. ബാക്കിയുള്ളവ ഉടമകൾ പണിയിക്കാൻ കൊണ്ടുവന്നതെന്നാണ് വിശദീകരണം. നിസാന്റെയും ടൊയോട്ടോയുടെയും ഒക്കെ വാഹനങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ വർക്ക്ഷോപ്പ് വരെ എത്തിയത്? അത് വിശദമായ അന്വേഷണത്തിലൂടെ വേണം പുറത്തു വരേണ്ടത്. ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം വ്യക്തമാണ്. ഭൂട്ടാനിൽ എത്തിക്കുന്ന വാഹനങ്ങൾ പൊളിച്ച് പല കണ്ടെയ്നറുകളിലാക്കി ഇന്ത്യയിൽ എത്തിക്കുകയാണ്. ഇവിടെ എത്തിച്ച ശേഷമാണ് വിദഗ്ധമായി ഇവ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത വാഹനങ്ങൾ ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്ട്രേഷൻ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഹിമാചലിൽ ഇവ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തു എന്ന രേഖകളുള്ള വാഹനമാണ് അമിത് ഉപയോഗിക്കുന്നത്. 2014 നിർമ്മിച്ച വാഹനങ്ങൾ വരെ 2005 രജിസ്ട്രേഷൻ നടത്തി എന്ന രേഖകളുണ്ട്. ഈ തട്ടിപ്പുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഈ കൊള്ളരുതായ്മകളൊക്കെ ചെയ്തത് സർക്കാർ സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് എന്നുള്ളതാണ്. നിരന്തരം ഉദ്യോഗസ്ഥർ മാറി മാറി വരുന്ന ഈ സംവിധാനത്തിൽ എല്ലാവരും ഇതിൽ പങ്കാളികളായി, അതല്ലെങ്കിൽ കണ്ണടച്ചു. കേരളത്തിലെ റോഡുകളിലൂടെ പോകുന്ന ഈ വാഹനങ്ങളുടെ രജിസ്ട്രേഷനിൽ എന്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിന് ഒരു തവണ പോലും സംശയം തോന്നാത്തത്? അവ പിടിച്ചെടുത്ത് നടപടി സ്വീകരിക്കാതിരുന്നതും എന്തുകൊണ്ടാണ്? നടൻ പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കണ്ടെത്തിയില്ല. എന്നാൽ ഇടപാടുകൾ നടത്തിയ ചില രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് പറയപ്പെടുന്നത്. വാഹന ഉടമകൾ ഈ തട്ടിപ്പിന്റെ ഇങ്ങേ അറ്റത്തുള്ളവരാണ്. ഇവർ ഇറക്കുമതി ചെയ്യുന്നതോ കടത്തിക്കൊണ്ടുവരുന്നതോ അല്ല ഈ വാഹനങ്ങൾ. ഇടനിലക്കാർ ഇവർക്ക് വിൽക്കുന്നതാണ്. ഹിമാചലിലും ഡൽഹിയിലും ഒക്കെ രജിസ്റ്റർ ചെയ്തതിന്റെ അസൽ രേഖകൾ കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങുന്നവരാണ്. പക്ഷേ എല്ലാ കുറ്റവും ഇപ്പോ വാഹന ഉടമകളിലേക്കാണ് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ദുൽഖർ സൽമാന്റെ ഗ്യാരേജിൽ നിന്ന് 2 വാഹനം പിടിച്ചെന്നും പൃഥ്വിരാജിന്റെ വീട്ടിൽ കയറിയെന്നും പറയുന്നതിനാണ് ഈ വാർത്താ പ്രാധാന്യം. ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ വലിയ രീതിയിൽ ചലനം സൃഷ്ടിച്ചത്. 150 മുതൽ 200 വരെ വാഹനം കേരളത്തിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ ഇവ എന്നേ കണ്ടുകെട്ടേണ്ടതാണ്. ഇവ ഓടാൻ അനുവദിക്കാൻ പോലും പാടില്ലായിരുന്നു. ആത്യന്തികമായി കുറ്റക്കാർ രജിസ്റ്റർ ചെയ്തവരും റീ രജിസ്റ്റർ ചെയ്തവരുമാണ്. ദുൽഖർ സൽമാനും പൃഥ്വിരാജും പോലുള്ളവർ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ശൃംഖലകളിൽ എത്തിപ്പെടുന്നവരാണ്.
പണമുള്ളവർക്ക് മാത്രമേ ഇത്തരം വാഹനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുകയുള്ളൂ. ഇവ വാങ്ങാൻ മാത്രം പ്രതിഫലം ലഭിക്കുന്നവരാണ് ഈ താരങ്ങൾ. അങ്ങനെ അവർ സ്വാഭാവിക കുറ്റക്കാരായി മാറുകയാണ്. മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചെടുത്ത സംഭവം ഉണ്ടായി. ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം മോഹൻലാൽ ഇപ്പോൾ തോക്കുമായി കാട്ടിൽ പോയി നായാട്ട് നടത്തിയിട്ടില്ല എന്ന്. അത് മറ്റേതെങ്കിലും വഴിയിൽ കിട്ടുന്നതുമാണ്. അപ്പോൾ അങ്ങനെ ഒരെണ്ണം കിട്ടുമ്പോൾ അതിന്റെ ഉറവിടം എന്താണെന്ന് അന്വേഷിക്കാൻ നടന് ബാധ്യതയുണ്ട്. ആ ഒരു വലിയ പാഠമാണ് ആനക്കൊമ്പ് പഠിപ്പിച്ചത്. ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി പുലിനഖ മാല ധരിച്ചു എന്നൊരു കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാല കണ്ടെടുക്കുകയോ അതല്ലെങ്കിൽ വനം വകുപ്പ് നടപടിയെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ കേസ് ഒരെണ്ണം ഏറിൽ നിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത വാഹനം ഉപയോഗിച്ചു എന്നൊരു കേസ് വേറെയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ദുൽഖർ സൽമാന്റെയും മറ്റും വാഹന ഉടമസ്ഥതയും. ഇത്തരം വാഹനങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. വാഹനങ്ങളുടെ രേഖകൾ സംബന്ധിച്ച പൂർവ്വ ഉടമസ്ഥതകൾ മുഴുവൻ അറിയാൻ എളുപ്പമാണ്. 2014 പുറത്തിറങ്ങിയ മോഡലിലുള്ള വണ്ടി 2005 രജിസ്റ്റർ ചെയ്തു എന്ന രേഖ കണ്ടാൽ തന്നെ സംശയിക്കണം. ഉടമകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് അത് സാധിക്കേണ്ടതാണ്. കുറ്റക്കാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടുക തന്നെയും വേണം. സ്പോട്ട്ലൈറ്റിനെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.